അതിൽ കപ്പലോടുന്ന ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കിയാലോ. അതിനൊരു സവാള നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് വാളംപുളി വെള്ളം എടുത്തിട്ട് ഉടച്ചെടുക്കാം. വാളംപുളി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉടച്ചെടുക്കണം. ഇതിൻ്റെ അകത്തിട്ട് ഉടച്ച് ചാറാക്കി നമുക്ക് അതിലേക്ക് ഒഴിക്കാം. സവാളയിലേക്ക് നമുക്ക് പുളിയിട്ട് കൊടുക്കാം. ഒരു സ്പൂണ് ഇടിച്ച മുളക്, ജീരകം, ആവശ്യത്തിന് ജീരകം ഇത്തിരി ഇട്ടാൽ മതി. എരിവുള്ള മുളക് പൊടി 1/2 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇടാം. ഇത് നമുക്ക് കുഴച്ചെടുക്കാം. കുഴച്ചെന്ന് പറഞ്ഞാൽ വെറുതെ കുഴക്കലല്ല കേട്ടോ, അത് നല്ലോണം തിരുമ്മണം. ഇങ്ങനെ തിരുമ്മിയിട്ട് ആ സവാളയുടെ നീര് പുറത്തേക്ക് ഇറങ്ങണം. അതേപോലെ തിരുമ്മിയാലേ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇടാം. ഞാനൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ വേണം. ഉപ്പിൻ്റെ ആ ഒരു ഇത്തിരി കുറവുണ്ട്, ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് തിരുമ്മി എടുക്കണം കേട്ടോ. സംഭവം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉരുളയൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ ചോറും കൂട്ടിയാണ് അടിക്കണം. വായിൽ കപ്പലോടും. കപ്പൽ എടുത്തിട്ടുണ്ട്. ചോറിലേക്ക് ഇതിങ്ങനെ വെക്കാം. വേറൊന്നും വേണ്ട. പിന്നെ കുഴച്ചൊരു പിടുത്തം പിടിച്ചായില്ലേ. ആഹാ, കയ്യിലുള്ളതും എല്ലാം കൂടി ഇട്ട് അങ്ങനെ പിടിക്കാം. എന്നിട്ട് അങ്ങനെ തിരുമ്മ ഒരു ഉണ്ട ഉണ്ടാക്കുക. ഇങ്ങനെ ഒരു ഉണ്ട ഉണ്ടാക്കിയിട്ടേ ഉണ്ട നമുക്കിങ്ങനെ ആ എരിവും ആ പുളിയും ആ ഉപ്പും പറഞ്ഞറിയിക്കാൻ പറ്റാം. സൂപ്പർ സാധനം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. അടുത്ത വീഡിയോ വരാം.